പ്രതിമാസ കളക്ഷനിൽ ഒരു വർഷത്തിനിടെ 20 കോടിയുടെ വർധനവുമായി കെഎസ്ആർടിസി 2024 തുടക്കത്തിൽ ശരാശരി 215 കോടി രൂപയായിരുന്ന കളക്ഷൻ 235 കോടിയായാണ് ഉയർന്നത്. ടിക്കറ്റ് ഇതര വരുമാനം 10 കോടിയിൽ നിന്ന് 40 കോടിയായും ഉയർന്നു. അറ്റകുറ്റപ്പണികളും സർവീസുകളും കാര്യക്ഷമമാക്കിയതും പല റൂട്ടുകളും പരിഷ്കരിച്ചതുമാണ് കെഎസ്ആർടിസിയിലെ വരുമാന വർധനവിന് കാരണമായത്. 2024 തുടക്കത്തിലെ ശരാശരി പ്രതിമാസ കളക്ഷനായ 215 കോടി രൂപ ഒരു വർഷത്തിനിപ്പുറം 235 കോടിയായാണ് ഉയർന്നത്. കളക്ഷൻ ഏറ്റവും കുറഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലും 2.6 കോടിക്ക് താഴേക്ക് പോയിട്ടില്ല. ഡിസംബർ ജനുവരിയിലെ കളക്ഷൻ 4.5 കോടി രൂപയായിരുന്നു. ഏപ്രിലിൽ അത് 5 കോടിയായി ഉയർത്തുകയാണ് ലക്ഷ്യം. കുട്ടി ബസ്, സൂപ്പർഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ക്ലാസുകളിലായി 100ഓളം ബസ്സുകൾ ഉടൻ വാങ്ങാനാണ് തീരുമാനം. ഇതുകൂടി എത്തുന്നതോടെ കളക്ഷനിൽ കുതിപ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ടിക്കറ്റ് ഇതര വരുമാനത്തിലും 4 ഇരട്ടി വർധനവാണ് രേഖപ്പെടുത്തിയത്. 10 കോടിയിൽ നിന്ന് 40 കോടിയായാണ് വരുമാനം ഉയർന്നത്. ഇതിൽ കൊറിയർ, ബസ്സുകളിലെ പരസ്യം, കടമുറി വാടകയ്ക്ക് കൊടുക്കൽ, AC വിശ്രമമുറി അടക്കമുള്ളവയാണ് വരുമാനം വർദ്ധിപ്പിച്ചത്. കൊറിയറിൽ നിന്ന് മാസം 57 ലക്ഷം രൂപയായി വരുമാനം ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട്, അങ്കമാലി എന്നിവിടങ്ങളിലെ വിശ്രമമുറിയിൽ നിന്ന് 25 ലക്ഷവും ലഭിക്കുന്നു. ഏപ്രിലിൽ 5 വർഷത്തിനിടെ ആദ്യമായി 1-ാം തീയതി ജീവനക്കാർക്ക് ഒറ്റഗഡുവായി ശമ്പളവും നൽകി. പൊതുജനങ്ങളെ ലക്ഷ്യമിട്ട് ആരംഭിച്ച യാത്രാ ഫ്യൂവൽസും വർഷത്തിൽ 100 കോടിക്ക് മുകളിൽ വരുമാനം കൊണ്ടുവന്നു. 2021 നവംബറിൽ ആരംഭിച്ച ബജറ്റ് ടൂറിസം സെൽ ഓരോ വർഷവും നില മെച്ചപ്പെടുത്തുന്നുണ്ട്. ശരാശരി 4 കോടിയുടെ വരുമാനമാണ് പ്രതിമാസം നേടുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ ആരംഭിച്ച ബജറ്റ് ടൂറിസം, യാത്രാ ഫ്യൂവൽസ്, കൊറിയർ സർവീസ്, AC വിശ്രമമുറി, AC പ്രീമിയം സർവീസ്, ഡ്രൈവിംഗ് സ്കൂൾ എന്നിവയാണ് ടിക്കറ്റ് ഇതര വരുമാനത്തിൽ വലിയ വർധനവുണ്ടാക്കിയിട്ടുള്ളത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.